ഇളക്കുക. എടുത്തിട്ട് അതിനെ നല്ല നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്നത്തെ പോലെ ഇന്നും ഫുഡിന്റെ പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മലയാളികളുടെ പ്രിയ ഭക്ഷണമായ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകണം അല്ലേ സാർ? നമ്മളിന്ന് പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകണ്ട. അപ്പോൾ അതിന്റെ വീഡിയോസ് ആയിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ പോകണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, എല്ലാം ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. പൊറോട്ടയ്ക്കുള്ള ആവശ്യമുള്ള സാധനം മൈദമാവ്, പഞ്ചസാര, പാല്, മുട്ട, ഉപ്പ്, ഓയിൽ. അപ്പം നമ്മൾ മാവ് ഇടുകയാണ്. പൊറോട്ടയ്ക്കുള്ള മാവ് ഇടുക. മാവിട്ട് ഇനി ഈ മാവിന് നമ്മളിങ്ങനെ റെഡിയാക്കി അതിനെ റൗണ്ട് ചെയ്ത് റെഡിയാക്കിയാണ്. മാവിനെ റൗണ്ട് ചെയ്ത് റെഡിയാക്കിയാണ്. ഇത് നമ്മളിതിൽ ഇടാനുള്ളത് ഉപ്പ്, മുട്ട, മുട്ട 5 മുട്ട, 2.5 കിലോ മാവ് നമ്മൾ 5 മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് മുട്ട ഒഴിച്ച് നമ്മൾ പാലൊഴിക്കണം. നമ്മൾ വീട്ടാവശ്യത്തിനായതുകൊണ്ട് ഒരു പാക്കറ്റ് പാൽ നമ്മൾ ഒഴിക്കുകയാണ്. ഇനി അവസാനമായിട്ട് പഞ്ചസാര ഇടാണ്. പഞ്ചസാര വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പഞ്ചസാര ഇടാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി അവനെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കുക. മാവിങ്ങനെ ഇളക്കി കൂട്ടി അതിനെ കുഴച്ചെടുക്കണം. ഇതിൽ വെള്ളം ചേർക്കണം. വെള്ളം തളിച്ച് അതിനെ പരുവപ്പെടുത്തിയെടുക്കണം. വെള്ളമാണ് അതിൻ്റെ കറക്റ്റ് അളവ്. വെള്ളം ഇങ്ങനെ തളിച്ച് ഇതിനെ റെഡിയാക്കി എടുക്കണം. വെള്ളം ഒഴിച്ച് അപ്പോൾ ഒന്നുകൂടെ നമ്മൾ അതിനെ ഒന്ന് ഇളക്കി എടുത്തിട്ട് അതിനെ നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് തളിച്ച് എടുത്തിട്ടില്ല പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം ഇവ കഴിഞ്ഞപ്പോൾ രണ്ടാമത് വലിയ പാടാവും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് എടുക്കണം. വെള്ളം കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിട്ട് എടുക്കണം.
ഏതാണ്ട് വെള്ളം ചിലപ്പോൾ മതിയാവും വിചാരിക്കാം. വെള്ളം മതിയാവും. നല്ല രീതിയിൽ കുഴച്ച് മയത്തിരുത്തി ഒരു ലേശം വെള്ളം കൂടെ ഇതിൽ തിളയ്ക്കേണ്ടി വരും. ഇതിൽ വെള്ളം കറക്റ്റ് വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് മാവിനൊരു സുഖം വരില്ല. മാവങ്ങനെ ഒരുമാതിരി ഇത് മതി, വെള്ളം മതി. ഇനി ഇതിനെ കുഴച്ച് നല്ലപോലെ കുഴച്ച് റെഡിയാക്കി എടുക്കണം. നല്ല രീതിയിൽ മാവിൽ ശരിക്ക് പണിയെടുത്തെങ്കിൽ നല്ല പൊറോട്ട ആവും. നല്ല പൊറോട്ട ആണെങ്കിൽ ശരിക്കും മാവിൽ പണിയെടുക്കണം. ശരിക്ക് നല്ല രീതിയിൽ കുഴച്ച് എങ്കിൽ നല്ല ഫ്രഷ് പൊറോട്ട നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. സൂപ്പർ പൊറോട്ട. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റാണ്. ഉപ്പ് പഞ്ചസാര ഒക്കെ കറക്റ്റാണ്. കണ്ടല്ലേ മാവ് ഇങ്ങനെ ഉരുട്ടി എടുക്കണം. ഉരുട്ടി ബോള് മാറ്റി വലിയ ബോള് മാറ്റിയാക്കണം. കണ്ടല്ലേ? അപ്പോൾ ഇതേമാതിരി പണിയെടുത്തിന് പറ്റൂല. ബോള് മാതിരിയാക്കി ഇതാ ഇങ്ങനെ എടുക്കണം. ഇപ്പോൾ ഓക്കെ. ഇനി ഇതിന് ഒരു അരമണിക്കൂർ വയ്ക്കുക. നമുക്ക് വേണ്ടിയല്ലേ, അപ്പോൾ നമ്മളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അരമണിക്കൂർ തിരിച്ചു. അപ്പോൾ നമ്മൾ ഓയിലെടുത്ത് മേശപ്പുറത്ത് ഒഴിച്ച് തേച്ച് മാവിലും തേച്ച് ഓക്കെ. ഇനി ഇതിനിതാ വെച്ച് ഇനി അവനെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബോളാക്കി പിന്നെ ആ ബോള് ഒന്ന് പൊളിച്ച ശേഷം വീശും. അപ്പോൾ നമ്മൾ ബോൾ പിടിക്കാൻ പോയത് ഇത് 2 പൊറോട്ടയാണ്. അതേമാതിരി ബോൾ കറക്റ്റ് എടുത്ത് ഇങ്ങനെ ബോള് ഇങ്ങനെ കറക്റ്റ് ബോള് ഇതേമാതിരി ബോള് കറക്റ്റ് പിടിക്കണം. എടുക്കണം. അപ്പം നമ്മൾ ബോൾ പിടിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ബോളിന് നമ്മൾ ഇതേമാതിരി എണ്ണ പുരട്ടി അടിക്കണം. കണ്ടല്ലേ? ബോൾ ഇതേമാതിരി അടയ്ക്കണം. നമ്മൾ ബോൾ എടുത്ത് അതല്ല
അപ്പോൾ നമ്മൾ വേവിച്ചിക്കാൻ ഇനി ഇതിനെ രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്യാൻ കയറ്റുതാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടും ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇവിടെ വയ്ക്കേ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇവിടെ വയ്ക്കേ. ആദ്യം കൈ കൊണ്ട് ഞാൻ തേച്ചിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തി കൊണ്ടിരിക്കണ പലകയിലൊന്ന് ഇങ്ങനെ നിരത്തണം. ഇങ്ങനെ നല്ലപോലെ പ്രസ് ചെയ്ത് മൊത്തം റൗണ്ട് ചെയ്ത് എടുത്തിട്ട് ഇതിനെടുത്ത് ഇങ്ങനെ ഒരു കാടിയിൽ ഒരു ഇത് കറിച്ചു. വറുത്തെടുക്കാൻ പോവേ. മക്കൾ മാറിയില്ലേ? അടുത്ത് മാറിയില്ല. ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഇതൊക്കെ തന്നെ പറയട്ടാ കൊല്ലാമോ? പൊറോട്ട അങ്ങനെ ഓരോന്നായിട്ട് മറിച്ചിട്ടാണ് എണ്ണ ഒഴിച്ച് അപ്പോൾ ഇത് വേവിച്ചെടുക്കുകയാണ്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇതിനെടുത്ത് അടിച്ചെടുക്കുക. ഇതാ കണ്ടല്ലേ. ഇതാ കണ്ടല്ലേ, സൂപ്പർ പൊറോട്ടയാണ് കേട്ടോ. സൂപ്പർ പൊറോട്ട കണ്ടല്ലേ. അപ്പൊ നമ്മുടെ സൂപ്പർ പൊറോട്ട നമ്മുടെ കയ്യിലിട്ടുണ്ടോ? അച്ഛ കഴിച്ചോ. നല്ല പൂ പോലെ ബാ, അടിപൊളി. നല്ല സൂപ്പർ പൊറോട്ട കേട്ടോ, അടിപൊളി പൊറോട്ട. പാല് വെച്ച് നല്ല സൂപ്പർ പൊറോട്ട നമ്മൾ സെറ്റ് ആക്കിയിട്ടല്ലേ. ഹോട്ടലിലേക്ക് ഇതുപോലത്തെ കിട്ടും. ഇത് വീട്ടിലുണ്ടാകണ നല്ല അടിപൊളി പൊറോട്ട കേട്ടോ. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഇപ്പോൾ കൊറോണ ആയിട്ട് എല്ലാവരും വീട്ടിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം, സിമ്പിളായിട്ട് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ പൊറോട്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്തോളാം. നിങ്ങളാണ് നമ്മുടെ സപ്പോർട്ട്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.